നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു തംബ്നെയിൽ ക്യാപ്ഷൻ ഇട്ടത് എന്നുള്ളത്. മറ്റൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം മാച്ച് പ്രിവ്യൂ ഒക്കെ ചെയ്ത സമയത്ത് എന്തൊരു നെഗറ്റീവ് വേർഡോ നെഗറ്റീവ് വോളിയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ നെഗറ്റീവ് വോളിയും കമൻറ്റും ഒന്നുമല്ല, ബ്രോയെ പോലെ അന്തമില്ലാത്ത ഫാനൊന്നുമല്ല, അങ്ങനെ ഫാനല്ലാത്തവരാണ് ഇപ്പോൾ കൂടുതൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഒട്ടും സ്പേസ് ഇവിടെ ഇല്ല. സോ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കയറില്ല എന്നുള്ളത് കഴിഞ്ഞ മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതാണ്. ഇപ്പം വേണമെങ്കിൽ അത് ഒഫീഷ്യലി കൺഫേം ഒക്കെ ചെയ്യും. ഇനിയും കാൽക്കുലേറ്ററുമായിട്ട് വരുവാണെങ്കിൽ എന്ത് എൻ്റെ കാൽക്കുലേറ്ററാ, അതിനെ എടുക്കണ്ട. അതിൽ കൂടുതലൊന്നും പറയാനില്ല. 2-0 എന്ന് പറയുന്നൊരു സ്കോറിൽ FC ഗോവയ്ക്കെതിരെ നല്ല അന്തസ്സായിട്ട് പൊട്ടി ഉടനെ തന്നെ കൊച്ചിയിൽ തിരിച്ചെത്തുമെന്നുള്ളതാണ് കിട്ടിയ റിപ്പോർട്ടുകൾ. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മൾ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുള്ള അതേ 11 രണ്ട് ടീമുകൾ ഇറക്കിയത്. സാധാരണഗതിയിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ടീമിൻ്റെ 11 കറക്റ്റ് ആറുണ്ട്. പ്രത്യേകിച്ച് ചേഞ്ചസോടുകൂടിയാണ് രണ്ട് ടീമുകൾ ഈ ഒരു മത്സരത്തിൽ 11 ഇറക്കിയത്. എന്നിട്ടും കറക്റ്റായിട്ടുള്ള 11 വന്നത്. ഞാൻ ആരായിട്ടാ പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ആസ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന നിലയിൽ മത്സരം അടപടലം ഒരു വൺ ഓഫ് ദി മോശം മത്സരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിൽ എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 10-12 അല്ലെ 15 മിനിറ്റ് ബ്ലാസ്റ്റേഴ്സ് അങ്ങ് ഇടതടവില്ലാതെ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഇല്ല. ഇപ്പം ഒരു അഗ്രഷനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യ പകുതി കഴിയുന്നൊരു അവസരത്തിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പം ഗോവ ആണെങ്കിൽ ആദ്യ പകുതി കുറച്ച് ഭയങ്കരമായിട്ടൊരു അറ്റാക്കിങ് ഒരു മൂഡിലോ അങ്ങനെയൊന്നും അല്ല കളിച്ചത്. കിട്ടുന്ന അവസരങ്ങൾ അല്ലെ കൗണ്ടർ അങ്ങനത്തെ ഒരു മൂഡായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ അറിയാമല്ലോ, ഗോവ ഏതെങ്കിലും ഒരു ഹാഫിലായിരിക്കും ഏറ്റവും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ആദ്യ പകുതി അങ്ങനെ ഒരു ഭയങ്കര ഒരു അഗ്രഷനോട് കൂടിയൊന്നുമല്ല. എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിന് ആദ്യ പകുതിയിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ്, എനിക്കൊന്ന് ആകപ്പാടെ 2 ഷോട്ടോ മറ്റേ ഉള്ളായിരുന്നു. ആ സമയത്ത് FC ഗോവ അങ്ങനെ കളിച്ചിട്ട് പോലും 5 ഷോട്ടും 2 ഷോട്ട് ഓൺ ടാർഗറ്റും ആദ്യ പകുതിയിൽ ഉണ്ടാക്കിയെന്നുള്ളതാണ്. പറഞ്ഞു വരാനാണെങ്കിൽ എന്താ പറയുക, 4-2-2 ഫോർമേഷൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് അറിയത്തില്ല, മിഡ് കട്ട ശോകമായിരുന്നു. സോ ഒരു മര്യാദയ്ക്കൊരു പാസ്, ഒരു പ്രോഗ്രസീവ് പാസ് പോലും കൊടുക്കാനായിട്ട് വരുന്നില്ല. പ്രത്യേകിച്ച് ഒരു വൈഡ് റോഡിലാണ് ലൂണ ഈ ഒരു മത്സരത്തിൽ കളിക്കുകയും ചെയ്തതെന്നുള്ളതാണ്. സോ അവർ നന്നായിട്ട് ക്ലോസ് ഡൗൺ ചെയ്യുന്നു. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സ്പേസ് ഇല്ലാത്ത പോലത്തെ ഒരു കളിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ബോറിംഗ് ആയിരുന്നു, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഗോവയുടെ ഒരു ഇതെങ്കിലും വെച്ചിട്ട് കുറച്ച് എൻ്റർടൈനിങ് ആണെന്ന് പറയാം. സോ ഫസ്റ്റ് ഹാഫിൽ ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ ഉണ്ട്. ആദ്യ പകുതി തന്നെ അവർ ഗോൾ അടിക്കേണ്ടതാണ്. കാൾ മക്യൂന് കിട്ടിയുള്ള ഒരു ഹെഡർ ചാൻസ്. ഈ സമയത്ത് നമ്മുടെ മാർക്ക് ചെയ്യേണ്ട ഡിഫൻഡേഴ്സ് അല്ലെ പ്ലേയേഴ്സൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. എഗെയിൻ ഒരു സെറ്റ് പീസിൽ നിന്ന് ഗോൾ വരേണ്ടതാണ്, പക്ഷേ അത് ടാർഗറ്റിലേക്ക് പോയില്ല. അത് ഭാഗ്യമെന്നേ പറയാനുള്ളൂ. പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൽജിത്തിൻ്റെ ആ ഒരു സേവ് ആയിരുന്നു. ഒരു 1-on-1 സിറ്റുവേഷൻ ആയിരുന്നു. അത് നന്നായിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഗോൾ കീപ്പറും അവരുടെ താരവും മാത്രം ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ ഉള്ള ഷോട്ടാണ് കമൽജിത്ത് കിടിലമായിട്ട് സേവ് ചെയ്തത്. അതായത് റാച്ചിച്ചിൻ്റെ ഷോട്ടാണ് ഒന്നാന്തരമായിട്ട് സേവ് ചെയ്യുന്നത്. രണ്ടാം പകുതിയിലേക്ക് വരുന്ന സമയത്ത് രണ്ടാം പകുതി തുടങ്ങി ഒരു ബ്രീത്ത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഗോവ വലയ്ക്കുള്ളിലാക്കി എന്നുള്ളതാണ്. അത് റാച്ചിച്ചിൻ്റെ ഒരു ഷോട്ടാണ്. ആ ഷോട്ട് തീർത്തു, കമൽജിത്ത് സേവ് ചെയ്തു. പക്ഷേ കറക്റ്റ് ഇക്കഗൊറക്സേനയുടെ കാലുകളിലേക്കാണ് ആ പന്ത് വന്നത്. ഫസ്റ്റ് ടൈം അദ്ദേഹം പോസ്റ്റിലേക്ക് എത്തി. അത് ഈ പറയുന്ന ടിപ്പിക്കൽ സച്ചിൻ സുരേഷിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സേവ്സിൻ്റെ ഒരു ഇതാണ്. കാരണം കറക്റ്റ് പ്ലെയർ ഉള്ള സ്ഥലത്തേക്ക് തന്നെ ഒരു ബോൾ പോകുന്നു എന്നുള്ള സാഹചര്യമാണ്. അതിൽ ആ ഒരു ഗോൾ കീപ്പറിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു ഡിഫെൻസീവ് അവയർനെസ്, നമ്മുടെ ഡിഫെൻസീവ് പ്ലേയേഴ്സിൻ്റെ മിലോസ് ആണെങ്കിലും ഡ്യൂസൻ ആണെങ്കിലും ആ പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു അവയർനെസ്സും ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ആ സമയത്ത് നമ്മുടെ ഡിഫൻസ് ഒരു വട്ടം ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മൊമെൻറ്റ് ഉണ്ടായത് ഐമൻ വന്നതിന് ശേഷമാണ്, പകരക്കാരൻ എന്ന റോളിലേക്ക്. സോ ഐമൻ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതൊരു നല്ല ഒരു ഗോൾ ചാൻസ് വന്നൊരു മൊമെൻറ്റ് വരെ ഉണ്ടായിരുന്നു. അത് സന്ദീപ് പുറത്തേക്ക് അടിച്ചു. അത് ആ ഒരു ആംഗിളിൽ നിന്ന് ഗോൾ അടിക്കാൻ പറ്റില്ല. അത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഒരു പ്ലെയർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഗോവയും തമ്മിലൊരു വ്യത്യാസം നമുക്ക് പറയേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു മൊമെൻറ്റിലാണ് രണ്ടാമത്തെ ഒരു ഗോള് FC ഗോവ സ്വന്തമാക്കുന്നത്. ഇക്കഗൊറക്സേന അതേപോലെ ഒരു റൺ നടത്തിയിട്ട് ഒരു പാസ് കൊടുക്കുന്നു. അവിടെ ഗോൾ കീപ്പറും ഡിഫൻസും ഒക്കെ ബീറ്റായി പോയി. യാസർ ഗോൾ അടിക്കുന്നു. ആ ഗോളിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിൽ കേരളത്തിൽ വന്ന് അടിച്ചിട്ടുള്ള ഗോളുണ്ടല്ലോ, അതിൻ്റെ ഒരു ടിപ്പിക്കൽ സെലിബ്രേഷൻ നടത്തും. ആ ഗോളിൽ എങ്ങനെ വന്നു എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ മിലോസ് എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു ബ്രില്യൻസ് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം യാതൊരു വിധത്തിലുള്ള പ്രഷർ ഇല്ലാത്ത സാഹചര്യത്തിൽ
ആ ഒരു പൊസിഷനിൽ നിന്നൊരു മിസ് പാസ് കൊടുക്കുന്നു. ആ മിസ് പാസിൽ നിന്നാണ് ഗോവ ആ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കിക്കൊണ്ടേ മനസ്സിലാവും, യാസർ വളരെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഒന്നുകിൽ സോൺ ആയിട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്ലെയറെ മാർക്ക് ചെയ്യുന്ന സാഹചര്യമാണ്. ബോക്സിലുള്ള ഒരു പ്ലെയറാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഡിഫൻസിൽ 3 പ്ലേയേഴ്സ് ബോക്സിനകത്തുണ്ട്. അവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസിന് ഇടി വേണമെന്നുള്ള തരത്തിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ഗോൾ വന്ന സമയം. അതുപോലെ പെപ്രയ്ക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളൊരു അവസരം, അത് എന്താ പറയുക, ഒഡയോൺ ഇന്ത്യ ഒന്നും പറയാനില്ല, ഒരു കിഡിലൻ ടാക്കിളാണ് നടത്തിയത്. സോ അവിടെ നിന്നാണ് അത് രക്ഷപ്പെട്ടു പോകുന്നത്. അതാണ് നമ്മളുടെ ഡിഫൻസും ഗോവൻ ഡിഫൻസും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ മിലോസും ഈ ഒരു ഒഡയോൺ ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്, അത് എടുത്ത് പറയാതിരിക്കാനായിട്ട് സാധ്യതയില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇതേപോലത്തെ ഒരു സെൻട്രൽ ബാക്കിനെയാണ്. പക്ഷെ കിട്ടുന്നത് നമുക്കറിയാമല്ലോ, അതിനെപ്പറ്റി ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഹെസൂസിന് യാതൊരു വിധത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു. സോ ആ ഒരു കാര്യം മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫിൽ പെപ്രയെ കുറച്ചും കൂടി നേരത്തെ ഇറക്കണമായിരുന്നു എന്നുള്ളതാണ്. കാരണം പെപ്ര വന്നിരുന്നെങ്കിൽ ആ ഒരു അപ്പ് ഫ്രണ്ടിൽ കുറച്ചും കൂടി സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി ഹെസൂസിന് ഗോൾസിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് പോകാമായിരുന്നു. പക്ഷേ പെപ്രയൊക്കെ വളരെ ലേറ്റായിട്ടാണ് വന്നത്. അത് എനിക്ക് മനസ്സിലായില്ല, ഈ ഒരു മത്സരം ഒരു ഡ്രോയ്ക്ക് വേണ്ടിയാണോ കളിച്ചത്, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഗോൾ കുറച്ച് അടിച്ച് അല്ലെങ്കിൽ കൺസീഡ് ചെയ്യപ്പെടാൻ ആ ഒരു മൂഡിലാണോ കളിച്ചതെന്നുള്ളത് മനസ്സിലാകത്തില്ല. സോ എന്താണേലും പുറത്തായല്ലോ. ഇപ്പം പല ഫാൻസൊക്കെ കഴിഞ്ഞ മത്സരത്തിൻ്റെ ഇപ്പം മാച്ച് പ്രിവ്യൂലൊക്കെ ഇപ്പോഴും നമ്മൾ പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എന്താണെങ്കിലും സാധ്യതയൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മാനേജ്മെൻറ്റും കോച്ചും പ്ലേയേഴ്സിനൊക്കെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകും ഇനി കയറില്ല, അതുകൊണ്ട് കുറഞ്ഞ ഗോളുകൾ മേടിക്കാന്നുള്ള രീതിയിലായിരിക്കണം ആ ഒരു മൂഡിൽ കളിച്ചതെന്നുള്ളത് തോന്നുന്നു. ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്, അത്ര പറയാനുള്ളൂ. ഒരു വിധത്തിലുള്ളൊരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു മത്സരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. എന്താണെങ്കിലും FC ഗോവയ്ക്ക് ഇപ്പോഴും ഷീൽഡ് സാധ്യതകൾ നിലനിർത്താനായിട്ട് ഈ ഒരു മത്സരം സഹായിച്ചു. എന്താണെങ്കിലും മോഹൻബഗാൻ്റെയൊക്കെ അടുത്ത മത്സരങ്ങൾ അതോടുകൂടി കാര്യങ്ങളൊക്കെ തീരുമാനമാകും. സോ നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഈ ഒരു മത്സരത്തെ പറ്റിയുള്ളൊന്ന് കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ സനിയ?